നമസ്കാരം. എല്ലാവർക്കും റിഥം ആൻഡ് റിഫ്ലക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ശങ്കരാഭരണം, ആ ഒരു രാഗത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് നമ്മളിരുന്നത്. അപ്പോൾ മേജർ സ്കെയിൽ അതിൻ്റെ പല ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ജനഗണമന, നമ്മുടെ നാഷണൽ ആനന്തം, അതുപോലെ മറ്റ് പാട്ടുകളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് വ്യത്യസ്തമായിട്ടൊരു പാട്ടാണ്. ഇത് പൂർണ്ണമായിട്ടും ശങ്കരാഭരണത്തിലാണോ എന്ന് വെച്ചാൽ അല്ല. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം സോങ് ആണ്. 1999 ആ സമയത്ത് ഇറങ്ങിയ പ്രിയദർശൻ മമ്മൂട്ടി കോമ്പിനേഷനിൽ ഇറങ്ങിയ മേഘം എന്ന ചിത്രത്തിലെ സോങ് ആണ്. ആ സോങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഹൃദ്യമാകുന്ന രീതിയിലാണ് ആ ഫിലിമിലെ എല്ലാ പാട്ടുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഒരു പാലക്കാടൻ അല്ലെങ്കിൽ ഒരു കേരള, തമിഴ്നാട് അല്ലെങ്കിൽ കർണാടക ബോർഡർ, ആ സ്ഥലങ്ങളിലുള്ള ഒരു സൗന്ദര്യം ഓരോ ഫ്രെയിംസിലും തുടിച്ച് നിൽക്കുന്ന ഒരിതാണ്. അതേപോലെ തന്നെ പണ്ടത്തെ കാലത്തൊക്കെ ഒരു സിനിമയിൽ ആ സിനിമ ഇത്തിരി വീക്കായാലും പാട്ടുകളുടെ പെർഫെക്ഷൻ കൊണ്ട്, അതിൻ്റെ ഒരു സ്വീകാര്യത കൊണ്ട് സിനിമ ശരിക്കും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് രജിസ്റ്റർ ആവാറുണ്ട്. അതുപോലെ തന്നെ പാട്ടുകൾ കുറേ കാലം അത് മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കും. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് ഈ മേഘം പോലത്തെ ഫിലിംസൊക്കെ. ഫിലിം പക്ഷേ അതേസമയം ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒന്നിനൊന്നും വെച്ച കഥയും തിരക്കഥയും അതിൻ്റെ ചിരിയും എല്ലാം ഉള്ള ഒരു കോമ്പിനേഷനാണ്. പ്രിയദർശൻ്റെ എല്ലാ കോമ്പിനേഷൻസും അതിനകത്ത് ഉണ്ട്. അതേപോലെ തന്നെ പാട്ടുകൾക്കും ഒരു പ്രത്യേക താളവും ഈണവും ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ആ സിനിമയിലെ മനോഹരമായിട്ടുള്ള ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സാറ് സംഗീത സംവിധാനം ഒരുക്കി മനോഹരമാക്കിയ ഒരുപാട് പാട്ടുകളുണ്ട്. ഏതാണ്ട് 8 പാട്ടുകളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് നമുക്ക് വിരലിലെണ്ണാവുന്ന ഹൃദ്യമായ പാട്ടുകളെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? പണ്ടത്തെ കാലത്ത് ആ 90s to 2000 വരെയുള്ള കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ പിള്ളേർ എല്ലാവർക്കും അറിയാം, വളരെ മനോഹരമായിട്ട് ഒരുപാട് കാസറ്റുകളും ഒരുപാട് നമ്മളെ നൊസ്റ്റാൾജിയയിലൊക്കെ കൊണ്ടുപോകുന്ന നല്ല നല്ല പ്രണയഗാനങ്ങൾ, അതുപോലെ ഗ്രാമീണ ഗാനങ്ങൾ എല്ലാം നമുക്ക് ഇതിലൊക്കെ കാണാൻ കഴിയും, പ്രത്യേകിച്ച് മേഘം സിനിമയിൽ. അത് മാത്രമല്ല, മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ ഒരു നടനെ, മഹാനടനെ ഇത്ര മനോഹരമായിട്ടും ഗാംഭീര്യത്തോടെയും അതുപോലെ സൗന്ദര്യത്തോടെയും പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ് മേഘം എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട മമ്മൂക്കയുടെ ചിത്രങ്ങളിൽ അദ്ദേഹത്തെ കാണാൻ, വെറുതെ കണ്ടിരിക്കാൻ മാത്രം ആ സിനിമ വേണമെങ്കിൽ നമുക്ക് കാണാം. അതേപോലെയാണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു സൈനിക ഉദ്യോഗസ്ഥനായിട്ടാണ്. ഇതിനു മുമ്പ് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടത് തോന്നിയിട്ടുള്ളത് അഴകിയ രാവണൻ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ അത് ഭയങ്കര ഒരു ഫീലാണ്. ഇതേപോലെ തന്നെയാണ് മേഘം സിനിമയിലും. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മുൻശുണ്ടിയും അതേപോലെ തന്നെ തരളിതമായിട്ടുള്ള മനസ്സും ഒരുപാട് സങ്കടങ്ങളുടെ ഭൂതകാലവുമൊക്കെ അയവിറക്കി പ്രണയത്തിലൂടെ ജീവിക്കുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനാണ് ശരിക്കും അതിൽ മമ്മൂട്ടി. അപ്പോൾ ആ ക്യാരക്ടറിനെ മനോഹരമായിട്ട്, കേണൽ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്, കേളൻ എന്ന് KPS ലളിത വിളിക്കുന്നതും ഒക്കെ, അല്ലെ ഹനീഫ, കൊച്ചിൻ ഹനീഫ, അതേപോലെ ശ്രീനിവാസൻ, ഇവരൊക്കെ ഒരുപാട് മനോഹരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, ചിരിക്കാനും ഓർക്കാനും അവരൊക്കെ എന്തായിരുന്നു നമുക്കെന്ന് ഓർക്കാനുള്ള ഒരു പിടി ചലച്ചിത്രങ്ങളാണ് മേഘം പോലത്തെ സിനിമകൾ. അപ്പം അതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. വീണ്ടും അതിൻ്റെ വരികൾ ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയും അതേപോലെ അത് കമ്പോസ് ചെയ്തിരിക്കുന്ന ഔസേപ്പച്ചൻ സാറുമാണ്. അപ്പോൾ ആ പാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിൻ്റെ സംഗീതം ഔസേപ്പച്ചൻ സാറും വരികൾ വീണ്ടും ഗിരീഷ് പുത്തഞ്ചേരി ആണ്. ദാസേട്ടനും, നമ്മുടെ ഗാനഗന്ധർവനായിട്ട് ദാസേട്ടനും സുജാതയുമാണ് പാടിയിരിക്കുന്നത്. മാണ്ട് മോഹനം, ഈ രാഗങ്ങളൊക്കെ ഇതിൽ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ശങ്കരാഭരണവും ഇത് കണക്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് പറയുന്നു. അതിലേക്ക് കിടക്കുന്നു. മഞ്ഞുകാലം നോക്കും കുഞ്ഞുപൂവിൻ കാതിൽ കാറ്റുമൂളും പാട്ടിൻ പേരെന്ത്? വെള്ളിമേഘത്തേരിൽ വന്നിറങ്ങും പ്രാവുകൾ കൂടുവയ്ക്കാൻ തേടും കുളിരേത്? ആരോ പാടുന്നു ദൂരെ നീലമുകിലോ കാക്കുയിലോ? ആരോ പാടുന്നു ദൂരെ
നീലമുകിലോ കാർക്കുയിലോ മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമൂടും പാട്ടിൻ പേരെന്ത്? ചില സമയത്ത് ഇതിലൊരു ചൈനീസ് സോങ്സിന്റെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കേൾക്കാം. കേൾക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഒരു ജപ്പാനീസ് സ്റ്റൈലൊക്കെ നമുക്ക് എടുക്കണം. പക്ഷെ തനി നാടൻ ടച്ചിലാണ് ഇതെല്ലാം പിന്നീട് പോകുന്നത്. വെണ്ണിലാവും പൊന്നാമ്പൽ പൂവും തമ്മിലെന്തോ കഥ ചൊല്ലി, ഒരു കുഞ്ഞിക്കാറ്റും കസ്തൂരിമാനും കാട്ടുമുല്ലയെ കളിയാക്കി. മേലെ നിന്നും സിന്ദൂരതാരം, മേലെ നിന്നും സിന്ദൂരതാരം സന്ധ്യയെ നോക്കി പാടി. മഞ്ഞുകാലം നോക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമൂളും പാട്ടിൻ പേരെന്ത്? വളരെ പ്രണയാർദ്രമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ ഗാർഹികമായിട്ടുള്ള ഗ്രാമീണത തോന്നുന്ന വരികളുമാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അതിൽ പറഞ്ഞ് വീണ്ടും അത് ഓർമ്മിപ്പിച്ചു നോക്കും. നീലവാനം മേലാകെ മിന്നും മാരിവില്ലിൻ കസവണിഞ്ഞു, ഒരു നേർത്ത തിങ്കൾ കണ്ണാടിയാറിൻ മാറിലുറങ്ങും വധുവായി. മഞ്ഞിൽ നിന്നും മൈലാഞ്ചി മേഘം, മഞ്ഞിൽ നിന്നും മൈലാഞ്ചി മേഘം രാവിനു കളഭം ചാർത്തി. മഞ്ഞുകാലം നോൽക്കും കുഞ്ഞു പൂവിൻ കാതിൽ കാറ്റുമൂളും പാട്ടിൻ പേരെന്ത്? വെള്ളിമേഘത്തേരിൽ വന്നിറങ്ങും പ്രാവുകൾ കൂടുവയ്ക്കാൻ തേടും കുളിരേത്? ആരോ പാടുന്നു ദൂരെ നീലമുകിലോ കാർക്കുയിലോ, ആരോ പാടുന്നു ദൂരെ നീലമുകിലോ കാർക്കുയിലോ. മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ശങ്കരാഭരണം, അതേപോലെ മാണ്ട് രാഗം, മോഹനം, ഇതെല്ലാം ഇതിൽ കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പല ആചാര്യന്മാരോടും മ്യൂസീഷ്യൻസുമായിട്ട് സംസാരിച്ചപ്പോൾ അറിഞ്ഞതാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഗാനം നമുക്ക് നൽകിയ എല്ലാ മഹാന്മാരായിട്ടുള്ള കലാകാരന്മാരെയും വീണ്ടും സ്മരിക്കാം. നമുക്ക് ഇനിയും ഇതുപോലെ നല്ല സെഷൻസ് ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ്. പുതിയൊരു രാഗവുമായിട്ട് പുതിയൊരു പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം. ഓക്കെ, ബൈ. ജയ് ഗുരുദേവ്.